വഖഫ് ഭേദഗതി ബില്ലിനെതിരെ രാഷ്ട്രീയ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഏപ്രിൽ 16 കോഴിക്കോട് വഖഫ് സംരക്ഷണ മഹാറാലി സംഘടിപ്പിക്കാനും ദേശീയ നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇന്നലെ നേതൃയോഗം ചേർന്നിരുന്നു. എന്തൊക്കെ തീരുമാനങ്ങളാണ് അവർ എടുത്തിട്ടുള്ളത്? ശ്രീജ, നമുക്കറിയാം മുസ്ലിം ലീഗ് വലിയ തോതിൽ തന്നെ വഖഫിനെതിരായ പ്രതിഷേധങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം അത് നിയമ പോരാട്ടത്തിൽ കടക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനപ്പുറം ബഹുജന പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ. ഇതിനകം തന്നെ കോൺഗ്രസിന്റെ നിലപാടിൽ, പ്രത്യേകിച്ച് രാഹുലും പ്രിയങ്കയും ഒന്നും പാർലമെന്റിൽ ഈ വിഷയത്തിൽ സംസാരിക്കാത്തതിനെതിരെ സാമുദായിക സംഘടനകളുടെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഒരു ബഹുജന പ്രക്ഷോഭത്തിന്, ഒരു ബഹുജന സംഗമത്തിന് മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നത്. ഒരുപക്ഷെ ലീഗിനെതിരെ UDFന്റെ ഭാഗമായി നിൽക്കുമ്പോൾ, കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടിൽ കുറച്ചുകൂടി മാറ്റം വരണമെന്ന ആവശ്യം അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ ഭാഗത്തും ശക്തമായിട്ട് ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ലീഗ് ഇത്തരത്തിലേക്കൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ശ്രദ്ധ. നമുക്കറിയാം ലീഗ് എപ്പോഴും അവരുടെ കരുത്തും അവരുടെ ഈ ഒരു വിഷയത്തിലുള്ള അവരുടെ പ്രതിഷേധവുമൊക്കെ ഇത്തരത്തിലുള്ള മഹാസംഗമങ്ങളിലൂടെയൊക്കെയാണ് വിളിച്ചറിയിക്കാറുള്ളത്. അപ്പോൾ ഈ കോഴിക്കോട് 16 തീയതി വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ വലിയ പ്രതിഷേധ സംഗമം ലീഗിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എത്രമാത്രം ശക്തമാണെന്ന് തെളിയിക്കുന്നതിനും സാമുദായിക സംഘടനകളെ ഒരുമിച്ച് നിർത്തുന്നതിലും അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നതിനും കൂടിയുള്ള ഒരു നീക്കമാണ് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. എന്നാണെങ്കിലും ലീഗ് നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും വഖഫ് ബില്ലിനെതിരെ പോരാട്ടം തുടരുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്നലെ ചേർന്ന നേതൃയോഗത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും 16 തീയതിയിലെ മഹാപ്രതിഷേധം ഒരു ശക്തി പ്രകടനമാക്കി മാറ്റും ലീഗ് എന്നുള്ള കാര്യം വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. വഖഫ് ബില്ലിൽ ആശങ്ക അറിയിക്കാൻ രാഷ്ട്രപതിയുടെ സമയം തേടിയിരിക്കുകയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. രാജ്യവ്യാപക പ്രതിഷേധത്തിനും വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബില്ലിനെതിരെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. രാകേഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാകേഷ്, പാർലമെന്റ് കടന്നെങ്കിലും രാഷ്ട്രപതി ബില്ല് ഒപ്പിടുന്നതിന് മുമ്പായി ഏതൊക്കെ തരത്തിൽ അതിൽ പ്രതിഷേധം അറിയിക്കാമോ അതിനാണ് ശ്രമം നടക്കുന്നത്. ആരൊക്കെയാണ് ഈ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത്? ശ്രീജ, പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒപ്പം കൂടുതൽ നേതാക്കൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. ഇന്നലെ 2 പേർ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. അതിലൊന്ന് മുഹമ്മദ് ജാവേദാണ്. മുഹമ്മദ് ജാവേദ് ബീഹാറിലെ കിഷൻഗഞ്ചിൽ നിന്നുള്ള അംഗമാണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഈ JPCയിലും ഭാഗമായിരുന്നു. അദ്ദേഹം ഏതായാലും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, വഖഫ് സ്വത്തുക്കളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ബില്ലിലെ വ്യവസ്ഥകൾ അത് ഏകപക്ഷീയമായി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ മതപരമായ സ്വയംഭരണത്തെ അത് ദുർബലപ്പെടുത്തുന്നു എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ AIMIM നേതാവ് ഒവൈസി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒവൈസി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വഖഫ് ഇസ്ലാമിന്റെ ആചാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അതിന് ഭരണഘടനാ സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന വാദമാണ് ഒവൈസി ഉന്നയിക്കുന്നത്. മറുവശത്ത് ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചതാണ്. അവർ ഇപ്പോൾ രാഷ്ട്രപതിയുടെ സമയം തേടിയിട്ടുണ്ട്. ഈ ബില്ലിൽ ആശങ്കയുണ്ട്. മാത്രമല്ല ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പേഴ്സണൽ ലോ ബോർഡ് ആവർത്തിക്കുകയും ചെയ്യുന്നു. കാരണം ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം സർക്കാരിന്റെ പല തെറ്റുകളും മറച്ചുവെക്കാൻ വേണ്ടി ഇത്തരത്തിൽ അധികാരത്തിന്റെ ലഹരിയിൽ രാജ്യത്ത് ഭിന്നിപ്പിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇതാണ് പ്രധാനമായും ഇന്നലെ പേഴ്സണൽ ലോ ബോർഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതായാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധത്തിനും ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ശ്രീജ.